ഇന്ത്യയിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള 10 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് നിങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാനായി പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ 10 സമ്പദ് വ്യവസ്ഥകളിൽ ഏകദേശം 4.187 ട്രില്യൺ ഡോളറുമായി ഇന്ത്യ GDPയിൽ 4ാം സ്ഥാനത്താണ്. ആഗോള തലത്തിൽ ഈ പുരോഗതി കണക്കിലെടുക്കുമ്പോൾ 2030 ആവുമ്പോഴേക്കും ഇന്ത്യക്ക് GDPയിൽ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകാൻ കഴിയും. GDPയിൽ ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ ഇന്ത്യയുടെ GDPയിൽ സംഭാവന ചെയ്യുന്ന വിവിധ സംസ്ഥാനങ്ങളുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന ആ 10 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്പർ 10, മധ്യപ്രദേശ്. ഇന്ത്യയുടെ ഹൃദയഭാഗമായ മധ്യപ്രദേശ് ഫാർമാസ്യൂട്ടിക്കൽ, ടെക്സ്റ്റൈൽസ്, കൺസ്ട്രക്ഷൻ, കെമിക്കൽസ് എന്നിവയിൽ വലിയ പങ്ക് വഹിക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഉയർന്ന നിലയിലെ വ്യവസായ മൂല്യങ്ങൾ, മികച്ച റോഡ്, റെയിൽവേ കണക്ഷൻ ഇതെല്ലാം ചേർന്ന മധ്യപ്രദേശിനെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളിൽ 10ാം സ്ഥാനം കൈവരിക്കുന്നു. ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ച അതായത് GDP എന്ന് പറയുന്നത് 4.50%. അതായത് GSDP എന്ന് പറയുന്നത് 15.22 കോടി രൂപയാണ്. നമ്പർ 9, ആന്ധ്രാപ്രദേശ്. ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ ഏറ്റവും വേഗതയിൽ വളർന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. വിശാഖപട്ടണം പോലെ വലിയ പോർട്ട് നഗരം, അമൂൽ, കിയ മോട്ടോഴ്സ്, അദാനി ഗ്രൂപ്പ് തുടങ്ങിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ വലിയ നിലയിടമാണ് ആന്ധ്രാപ്രദേശ് എന്നത്. പുതിയ തലമുറയുടെ സ്റ്റാർട്ടപ്പുകൾ, ഫാർമ, ടെക്സ്റ്റൈൽസ്, IT തുടങ്ങിയ മേഖലകളിലെ ഉയർന്ന വളർച്ചയും ആന്ധ്രയെ ഒരു സാമ്പത്തിക ശക്തിയായി മാറ്റുന്നു. ഈ സംസ്ഥാനത്തിന്റെ GDP അതായത് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് 4.70% ആണ്. അതായത് GSDP എന്ന് പറയുന്നത് 15.89 crore. നമ്പർ 8, തെലുങ്കാന. 2014 പുതിയ സംസ്ഥാനമായി രൂപം കൊണ്ട തെലുങ്കാന വളരെ വേഗത്തിൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നതയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ആപ്പിൾ പോലുള്ള ടെക്നോളജി ഭീമന്മാർക്കെല്ലാം ഇവിടെ വലിയ പ്രസൻസ് ഉണ്ട്. ഇങ്ങനെ സാമ്പത്തിക വളർച്ചയിൽ തെലുങ്കാന 4.90%, അതായത് GSDP എന്ന് പറയുന്നത് 16.5 കോടി രൂപയാണ്. നമ്പർ 7, രാജസ്ഥാൻ. ചരിത്രത്തിൽ രാജാക്കന്മാരുടെ രാജ്യമെന്ന നിലയിൽ പ്രശസ്തമായ രാജസ്ഥാൻ ഇന്നും സമ്പദ്ഘടനയിൽ മുൻപന്തിയിൽ തന്നെയാണ്. രാജസ്ഥാനിലെ കോട്ടാപുട്ടലി മുതൽ ഉദയ്പൂർ വരെയുള്ള മാർബിൾ, ഗ്രാനൈറ്റ് ബിസിനസ് രാജ്യത്ത് വലിയ മൈനിങ് വ്യവസായങ്ങളിൽ ഒന്നാണ്. മരുഭൂമിയിലെ ഇടവിട്ട മഴയിലും വ്യവസായ സാധ്യതകളും ഖനന സമ്പത്തും ചേർന്ന് രാജസ്ഥാൻ ഇന്ന് ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥ പട്ടികയിൽ 7ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഈ സംസ്ഥാനത്തിന്റെ GDP എന്നത് പറയുന്നത് 5%, അതായത് GSDP എന്ന് പറയുന്നത് 17.8 കോടി രൂപയാണ്. നമ്പർ 6, ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമ ബംഗാളാണ്. ചരിത്രപരമായും സാമ്പത്തികമായും രാജ്യത്തിന് വലിയ പങ്കുവഹിക്കുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. കൊൽക്കത്ത ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യയുടെ മുൻകാല തലസ്ഥാനമായിരുന്നു. ഇന്നും സാമ്പത്തിക വിനിമയത്തിന്റെ പ്രധാന കേന്ദ്രമാണ് കൊൽക്കത്ത. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI, ICT, കൊൽക്കത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഈ നഗരത്തിലുണ്ട്. ഇന്നത്തെ ബംഗാൾ സാംസ്കാരിക ഭംഗിയോടൊപ്പം IT, ബിസിനസ്, കച്ചവട മേഖലകളിൽ ശക്തമായ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സാമ്പത്തിക വളർച്ചയിലെ പട്ടികയിൽ ഇവർക്ക് 5.60% അതായത് GSDP എന്ന് പറയുന്നത് 18.8 കോടി രൂപയാണ്. നമ്പർ 5, ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശ് ആണ്. ഇന്ന് ഈ ഒരു സംസ്ഥാനം വളരെ വേഗത്തിൽ സാമ്പത്തിക തലത്തിൽ മുന്നേറുകയാണ്. ഇന്ന് ടെക്നോളജിയിലും വ്യാപാര സംരംഭങ്ങളിലും പുതിയ തലമുറയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉൽപാദനം നടത്തുന്ന കൃഷി നിലമായ UP ഗോതമ്പ്, ധാന്യം, പഞ്ചസാര തുടങ്ങിയവയിൽ മുൻനിരയിലാണ്. ഉത്തർപ്രദേശ് ഇനി വെറും ജനസംഖ്യയിലും കൃഷിയിലും മാത്രമല്ല, വ്യവസായത്തിൽ നിന്നും ടെക്നോളജിയിൽ നിന്നും ടൂറിസത്തിൽ നിന്നും എല്ലായിടങ്ങളിലും സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് 8.40%, അതായത് GSDP എന്ന് പറയുന്നത് 24.99 കോടി രൂപ. നമ്പർ 4, ഗുജറാത്ത് ആണ്. ചരിത്രപരമായി നൗക നിർമ്മാണം, മസ്കറ്റ്, അറേബ്യൻ വ്യാപാരം തുടങ്ങി ഇന്നത്തെ മൾട്ടിനാഷണൽ നിർമ്മാണ കേന്ദ്രങ്ങൾ വരെ ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ഗുജറാത്തിലെ ജാംനഗർ ലോകത്തിലെ ഏറ്റവും വലിയ പെട്രോളിയം റിഫൈനറികൾ ഉള്ള ഒരു നഗരമാണ്. ഒരു സംരംഭം തുടങ്ങാൻ ഏറ്റവും എളുപ്പമുള്ള സ്ഥലം, നിക്ഷേപത്തിനായി ഏറ്റവും സുരക്ഷിതമായുള്ള സ്ഥലം എന്നൊക്കെ പറയപ്പെടുന്നത് ഗുജറാത്തിനെയാണ്. സമ്പത്തിന്റെ ഉയരത്തിലേക്ക് കുതിച്ചാടുന്ന ജനതയുടെ സംസ്ഥാനം അതാണ് ഗുജറാത്ത് എന്ന് നമുക്ക് സങ്കല്പിക്കാം. ഇന്ന് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ പട്ടികയിൽ 8.50% കൈവരിച്ചിട്ടുള്ളത്. GSTP എന്ന് പറയുന്നത് 27.9 കോടി രൂപയാണ്. നമ്പർ 3 കർണാടക. ഇന്ത്യയുടെ IT തലസ്ഥാനമായ ബാംഗ്ലൂരുള്ള കർണാടക ഇന്നൊരു സംസ്ഥാനം മാത്രമല്ല, ഇന്ത്യയുടെ സാമ്പത്തിക ഭാവി ആമുഖം തന്നെയാണ് കർണാടക. IT ഇറക്കുമതി മാത്രം കർണാടകയ്ക്ക് വർഷം തോറും ലക്ഷക്കണക്കിന് കോടി രൂപയാണ് സമ്പത്ത് സൃഷ്ടിക്കുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ ഈ സംസ്ഥാനത്തിന്റെ പങ്കെന്നത് 8.20% ആണ്. അതായത് GSTP എന്ന് പറയുന്നത് 28.9 കോടി രൂപയാണ്. നമ്പർ 2 ഇന്ത്യയിലെ ആഭരണ നിർമ്മാണം മുതൽ ആധുനിക വ്യവസായ വികസനം വരെ മുന്നിലുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫാക്ടറികളുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാട് തന്നെയാണ്. ഓട്ടോമൊബൈൽ, ടെക്സ്റ്റൈൽസ്, ഇലക്ട്രോണിക്സ്, റബ്ബർ, കെമിക്കൽ തുടങ്ങിയ എല്ലാ മേഖലകളിലും ആധുനിക വ്യവസായ കേന്ദ്രങ്ങൾ ഇവിടെ സജീവമാണ്. ഹൂണ്ടായി, ഫോർഡ്, BMW, നിസാൻ തുടങ്ങിയവയുടെ മാനുഫാക്ചറിംഗ് ഹബ്ബ് തമിഴ്നാടിലാണ്. ഇന്ത്യൻ സമ്പത്ത് ഭാവിയിലേക്കുള്ള ഒരു വലിയ വളർച്ച തന്നെയാണ് ഈ ഒരു തമിഴ്നാട് പങ്കുവയ്ക്കുന്നത്. ഇന്ന് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ ഇവരുടെ പങ്കെന്നത് 8.90%. അതായത് GSTP എന്ന് പറയുന്നത് 31.36 കോടി രൂപയാണ്. നമ്പർ 1 സമ്പത്തിന്റെ തലസ്ഥാനമെന്നും ഇന്ത്യയുടെ സമ്പത്ത് ചക്രത്തിന്റെ കൺട്രോളർ സെന്റർ എന്നും പറയപ്പെടുന്ന മഹാരാഷ്ട്രയാണ്. ഇവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സെൻസസ്, NCE, LIC എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ GDP ഉള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനുകളിൽ ഒന്നാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. പൂനെ, നാഗ്പൂർ, നാഷിക്, ഗോലാപ്പൂർ, ഔറംഗാബാദ് തുടങ്ങിയ നഗരങ്ങൾ ഫാർമ, IT, ഇലക്ട്രോണിക്സ്, ബയോടെക് തുടങ്ങിയ മേഖലകളിൽ വളരുന്ന വൻ വ്യവസായങ്ങളിൽ ഒന്നാണ് ഈ നഗരങ്ങൾ എന്നത്. ചുരുക്കം പറഞ്ഞാൽ ഫിനാൻസ്, ഇൻഡസ്ട്രി, ടാലന്റ്, കൾച്ചറൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വെറും സമ്പത്ത് മാത്രമല്ല. ഇന്ത്യയുടെ സാമ്പത്തിക താക്കോൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയിലാണെന്ന് പറയാം. കാരണം ഇന്ത്യയിലെ സാമ്പത്തിക വളർച്ച, അതായത് GDP പട്ടികയിൽ 1ാം സ്ഥാനം കൈവരിച്ചിട്ടുള്ളത് മഹാരാഷ്ട്രയാണ്. ഈ സംസ്ഥാനത്തിന്റെ GDP എന്ന് പറയുന്നത് 13.30%. അതായത് GSTP 42.67 കോടി രൂപ. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള കേരളം സാമ്പത്തിക വളർച്ചാ പട്ടികയിൽ 10 സ്ഥാനങ്ങളിൽ ഒന്നുപോലും കൈവരിച്ചിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ലഭിക്കാനായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.